എന്ത് ചെയ്താ നിനക്ക് എന്താ വസുമതി? നീയല്ലേ നിലവിളക്ക് തട്ടിത്തെറിപ്പിച്ച് ഉറഞ്ഞു തുള്ളി അവരെ ഇറക്കി വിട്ടത്? ഇനി അവര് പോയതിന്റെ പിറകെ ബഹളം വെച്ച് വഴക്കുണ്ടാക്കണം. അതെ, അവരെവിടെയെങ്കിലും പോയി സുഖമായിട്ടൊന്ന് ജീവിക്കട്ടെ. അതിന് നിനക്കെന്താ വസുമതി? എന്താ നാത്തുനെ എന്താ സംഭവിച്ചത്? അവളും അവനും കൂടി ഇവിടുന്ന് എങ്ങോട്ടാ പോയത്? കിരണും ദുർഗ ഇവിടുന്ന് പോയത് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാ. രണ്ടും കൂടി ആ വീടിന്റെ വാതിലിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. അവരെന്തിനാ അങ്ങോട്ട് പോയത്? അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ. അമ്മ ഇതും പറഞ്ഞു ഇവിടെ ഇരുന്നോ? അവള് കിരണിനെ കല്യാണം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. ഇതങ്ങനെ വിശ്വസിക്കാതിരിക്കണ്ട. രണ്ടുപേരും ആ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന കണ്ടിട്ട് അഷിത എന്നെ വിളിച്ചു പറഞ്ഞത്. എന്നാൽ എന്ത് ധൈര്യത്തിൽ അവൾ അങ്ങോട്ട് പോയത്? പൂർണിമ ചേച്ചിനോട് എന്തെങ്കിലും സഹായം ചോദിക്കാൻ പോയതായിരിക്കും. ദുർഗ അവിടെ പോയത് നമ്മളെ നാണം കെടുത്താനും അഷിതയുടെ മനസ്സമാധാനം കളയാനുമോ, അല്ലാതെ വേറെ ഒരു ഉദ്ദേശം അവളുടെ മനസ്സിലില്ല. ഓ, അവിടെ ചെന്ന് എന്റെ മോളുടെ സമാധാനം കളയാൻ ഞാൻ സമ്മതിക്കില്ല. ദുർഗ അങ്ങനെ ചെയ്തെങ്കിലേ കണക്കായി പോയി. നീയൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടപ്പോ ഓർക്കണായിരുന്നു. ആഹാ, അതിനവള് നാണോ ഇല്ലാതെ വല്ല വീടിന്റെ പഠിക്കത്തുണ്ടെന്ന് ആരറിഞ്ഞു? ഒരു തരി അഭിമാനമുള്ളവർ ചെയ്യുന്ന പണിയാണോ അവള് ചെയ്തത്? അമ്മേ, ഇത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. ഞങ്ങളോടുള്ള ദേഷ്യത്തിന് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ നാട്ടുകാർ പറയുന്നതേ വേറെ പലതും ആയിരിക്കും. അതെ, ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് പോവാ. അവളെയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. ഞാനും കൂടി വരാം നാത്തൂനെ. നിങ്ങൾ ചെന്ന് വിളിച്ചാലൊന്നും ദുർഗ വരില്ല. ഞാനും അമ്മയും കൂടി വരാം. ദുർഗയും കിരണിനെയും തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ ഇവിടെ വന്നിട്ട് പഴയ പോലെ ദുർഗയെ പഴി പറഞ്ഞും കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ട് പഴയതുപോലെ തുടരാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. അതെ, അങ്ങനെയാണെങ്കിൽ എന്തിനാ ദുർഗമോളെ കൊണ്ടുവരുന്നേ? ആദ്യം അവരവിടെ നിന്ന് വിളിക്കും, അത് കഴിഞ്ഞാലേ ബാക്കി. നാത്തൂനെ, നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. ഞങ്ങൾ പോയിട്ട് വരാം. അഭി അഞ്ചു ഇവിടെ തന്നെ നിന്നാ മതി. നാത്തും വാ, റെഡിയാവ്.